ഹായ് ഗരീസ്, ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഒരു മധുരക്കറിയിലും ഇല്ലാതെ അത് പൂർത്തിയാവില്ല. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ ഭാഗമായി മൂന്നാമത്തെ ഐറ്റം നല്ല അടിപൊളി പൈനാപ്പിൾ പച്ചടിയാണ്. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബിഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു വലിയ പൈനാപ്പിൾ, കുറച്ച് തൈര്, തേങ്ങ ചിരകിയത്, കുറച്ച് വേപ്പില, കുറച്ച് മുന്തിരി, ഒരു വലിയ നേന്ത്രപ്പഴം, ശർക്കര, പച്ചമുളക്, ഉണക്കമുളക്, കുറച്ച് കടുകും കുറച്ച് ജീരകവും, പിന്നെ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും. നമുക്ക് ആദ്യം നേന്ത്രപ്പഴം 4 കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ഇതുപോലെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്യാനും ഒരു 1/4 ഭാഗം അരയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. പൈനാപ്പിൾ ഇതുപോലെ ചെറുതാക്കിയാണ് അരിഞ്ഞെടുക്കേണ്ടത്. മാറ്റി വെച്ച പൈനാപ്പിൾ പീസ് നമുക്ക് ഇതുപോലെ അരച്ച് വെക്കാം. ഒരു അടി കട്ടിയുള്ള പാത്രത്തിലോട്ടോ ഉരുളിയിലോട്ടോ നമുക്ക് പൈനാപ്പിൾ വേവിക്കാൻ വേണ്ടി ഇടാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തള വന്ന് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം കൂടി ചേർക്കാം. ഇനി നമുക്ക് ചെറിയ തീയിലോട്ട് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ച പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചടി തിക്കാക്കാൻ വേണ്ടിയാണ് ഈ പൾപ്പ് ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് 6 മുളക് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യാം. കുറച്ച് വേപ്പിലയും ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 15 മിനിറ്റ് ആയിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ നെയ്യും ഒഴിച്ച് തുറന്ന് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1 അച്ച് ശർക്കരയും കൂടി ഇട്ട് തുറന്ന് വേവിക്കാം. നമുക്കിനി പച്ചടിയിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പെരളനായി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് 1 കപ്പ് തൈര് ഒന്ന് ആഡ് ചെയ്യാം. നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 പിടി മുന്തിരിയും കൂടിയും ഇട്ട് കൊടുക്കാം. അടുത്തതായി കാച്ചാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലോട്ട് വറ്റൽമുളക് ഇടാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് നമുക്കിതിലോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം കൂടുതൽ ഓണ വിഭവങ്ങളുമായി ബിഞ്ച് അഡ്വഞ്ചേഴ്സ്.